ഹലോ, അസ്സലാമലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് കാണാം. എൻ്റെ അടുത്ത് ഇല്ലാത്ത പ്ലാന്റുകളാണ്, ഒക്കെ നല്ല പ്ലാന്റുകളാണ് കണ്ടപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. എല്ലാം വെറൈറ്റി പൂക്കളുമാണ് കേട്ടോ. തുറന്ന് നോക്കാം കേട്ടോ. ഓർക്കിഡ് പ്ലാന്റ് നമുക്ക് എത്ര വാങ്ങിയാലും മതിയാവില്ല കേട്ടോ. ഇല്ലാത്ത പൂവ് ഇത് കാണുകയാണെങ്കിൽ സ്റ്റാറ്റസ് കാണുകയാണെങ്കിലും അപ്പം ഞാൻ സ്ഥിരമായിട്ട് വാങ്ങുന്ന അടുത്തുനിന്ന് തന്നെ ഞാൻ വാങ്ങാറുള്ളൂ. ഞാൻ ചോദിച്ചതുണ്ടോ ചോദിച്ചിട്ട് അവരത് അയച്ചു തരും. ഉണ്ടെങ്കിൽ അയച്ചു തരും, ഇല്ലെങ്കിൽ എവിടുന്നേലും കിട്ടുന്നതാണെന്നുണ്ടെങ്കിലും അയച്ചു തരലുണ്ട് കേട്ടോ. ഈ പ്ലാന്റ് നോക്കുക, ഇത് പൂവൊക്കെ ഉള്ള പ്ലാന്റാണ്. ആ പൂവ് കണ്ടുകൊണ്ട് തന്നെ മേടിച്ച് കിട്ടുക. പൂവിൻ്റെ ഭംഗി കണ്ടിട്ട് ഒരു പ്ലാന്റിൽ തന്നെ 2-3 വിധമായിട്ടൊക്കെ വിരിയും. ഇത്ര പേരൊക്കെ ഒന്നാണ്, വിരിയുമ്പോൾ പല സൈസിലുള്ള പൂവ് വയ്ക്കാറെന്ന് പറഞ്ഞു. ഈ പൂവ് ഒരു പ്രത്യേക പൂവാണ്, നല്ല ഭംഗിയുണ്ട്. എൻ്റെ അടുത്ത് ഇല്ല. ഒരു പരുന്തൊക്കെ പറക്കുന്ന പോലെ തോന്നും. മുകളിൽ 2 കൊമ്പും അടിയിൽ കണ്ടില്ല, അതിൻ്റെ ലിപ്പ് വലുതാണ്. ആ നടുവിൽ നോക്കുകയാണെങ്കിൽ ഒരു കുട്ടി തൊപ്പിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നണില്ലേ. ഈ പൂവ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കണ്ടില്ല, 2 കൊമ്പും അടിയത്തെ ലിപ്പും നോക്കി. പിന്നെ നടുവിലും തന്നെ ഒരു തൊപ്പിട്ട് 2 കൈയൊക്കെ കുത്തി ഇങ്ങനെ ഒരു കുട്ടി ഇരിക്കുക തോന്നും. ആ ലിപ്പിനൊരു ഞൊറിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വിരിയുമ്പോൾ ആദ്യം വയറ്റുമ്മൽ കുറഞ്ഞ കളറായിട്ടേ വരുള്ളൂ, പിന്നെയാണ് ഇങ്ങനെ ആയി വരിക കേട്ടോ. പല പൂക്കളുമാണ് വിരിയാന്ന് പറഞ്ഞു. വലിയ പൂവാണ്. അപ്പോൾ നിറയെ പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിക്കാരം. പിന്നെ ബുഷിയായ പ്ലാന്റും ഉണ്ടല്ലേ. പൂ ഞാൻ ഇതിൽ ഇടാം കേട്ടോ. പ്ലാന്റ് കാണിച്ചു തന്നതിന് ശേഷം ഞാൻ ഇടാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല ഭംഗിയുള്ള പൂ പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള പൂവാണ്. പിന്നെ അതിൻ്റെ കട നോക്കി, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും. അതിൻ്റെ പേരാണത് കേട്ടോ. എന്താണ്, എന്തോ ഒരു ഫയർ. എന്തായാലും കുഴപ്പമില്ല. നല്ല വണ്ണുള്ള കടയല്ലേ. അപ്പോൾ ഇനി അടുത്ത പൂവ് അടുത്ത് വരുന്നുണ്ടാവും കേട്ടോ. ഒരു പൂവേ വിരിഞ്ഞുള്ളൂ വെച്ചിട്ട് ആ ഒരു പൂവ് നിങ്ങൾക്ക് കാണിച്ചെന്നാണ്. ഇതാണ് കേട്ടോ, അത് വിരിഞ്ഞപ്പോൾ ഈ കളറായിരുന്നു ഈ പൂവ്. ഇത് കണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ അതിങ്ങനെ കളറ് കൂടി വന്നതാണ്, വേറെ രൂപമായി വന്നത്. അപ്പോൾ പ്ലാന്റ് ഇരിക്കുമ്പോൾ പിന്നെ ആ പ്ലാന്റുമ്പോൾ തന്നെ ഈ പൂവ് വിരിയും. ഇത്ര 2-3 ഐറ്റത്തിൽ വിരിയും എന്നാണ് പറഞ്ഞത് കേട്ടോ. ആ പൂവ് നല്ല ഭംഗിയായി എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകമായിട്ട് മേടിച്ചത് കേട്ടോ. ഇനി അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കുക. ഇതാ കർലി പോപ്പി പറഞ്ഞ നമ്മൾ സാധാ നോർമൽ വെറൈറ്റിയാണ്. പക്ഷേ നോർമൽ വെറൈറ്റിക്ക് ഇക്കുറി വന്നത് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതും അതിൻ്റെ ഉള്ളിലുള്ള കുട്ടി, ഒരു ഉടുപ്പിട്ട ഒരു കുട്ടി ഇങ്ങനെ ഡാൻസ് ചെയ്യണ മാതിരി തന്നെയാണ് പിന്നെ നമുക്ക് തോന്നുക. ഡാൻസിങ് ഗേളൊന്നും അല്ല, കർലി പോപ്പി. പൂവ് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതും ഒരു പ്രത്യേകത ഉണ്ട്. ഇത് പുതിയ പ്ലാന്റാണ്, അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. സാധാ പോപ്പി ചെടി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, പോപ്പി പറഞ്ഞാൽ ഡെൻഡ്രോബിയം പോപ്പി. ഇത് കർലി പോപ്പിന്ന് അങ്ങനെ എന്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പ്രത്യേകത ഉണ്ട്. ഇതിനും അതിൻ്റെ ലിപ്പ് നല്ലൊരു പ്രത്യേകതയാണ്. അതിൻ്റെ പ്ലാന്റും കണ്ടില്ല, നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ്. നല്ല വലുപ്പമുണ്ട്, നല്ല പ്ലാന്റുമാണ് കേട്ടോ. നോക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ പൂവ് കേട്ടോ. അതിൻ്റെ ലിപ്പിനൊരു പ്രത്യേകത അല്ലേ. ഒരു പൂവൊക്കെ തലയിൽ ചൂടി ഒരു കുട്ടി ഇങ്ങനെ ഒറ്റക്കാലിൽ നിന്ന് നല്ല ഉടുപ്പ്, വിരിഞ്ഞ ഉടുപ്പിട്ട് നിൽക്കുന്ന പോലെയല്ലേ. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോഴാണ് വാങ്ങിയത് കേട്ടോ. ഇനി ഞാൻ പറയുന്നത് ഞാൻ ഒറ്റ പൂവായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേകത തോന്നും. നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികൾ പൂവിൻ്റെ ചിത്രം ഇട്ട് കണ്ടുണ്ടാവില്ല, സൺഫ്ലവറിൻ്റെ ചിത്രം വരച്ച് കണ്ട് ഇങ്ങനെ നിൽക്കുന്നു, അതുപോലെ തോന്നും എനിക്ക്. നല്ല ഭംഗിയുള്ളൊരു പൂവ്. അപ്പോൾ ഇതൊക്കെ നല്ലോണം കൊലയായിട്ട് പൂത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ. ഇനി അടുത്ത പ്ലാന്റ് നോക്കുക. ഇത് കുറച്ച് വലിയ പ്ലാന്റാണ്.
നല്ല വണ്ണത്തിൽ നല്ല നീളമൊക്കെ ഉണ്ടായിട്ട് നല്ല കരുത്തുള്ളൊരു പ്ലാന്റ് അല്ലേ. നല്ല കരുത്തുള്ളൊരു പ്ലാന്റ് കേട്ടോ. ബ്രൗൺ ടിസ്റ്റോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. ബ്രൗണി ടിസ്റ്റ് ആഷ് 409 കേട്ടോ. ബ്രൗണി ടിസ്റ്റാണ്. അതും നല്ല ഭംഗിയുള്ള ചെടി പൂ തന്നെയാണ്. അതും ഞാൻ അങ്ങനെ കണ്ടുകൊണ്ട് തന്നെയാണ് വാങ്ങിയത്. എൻ്റെ അടുത്ത് ഉണ്ട് ടിസ്റ്റിൻ്റെ ഒരു ഇത്, പക്ഷെ അത് ഇങ്ങനത്തെ അല്ല. അത് നല്ല അതും ഭംഗിയുണ്ട് കേട്ടോ. പക്ഷെ ഇത് നല്ലൊരു പ്രത്യേകത ഭംഗി തോന്നി. ഇത് ലിപ്പ് വലുതാണ് കേട്ടോ. 4 ഇതളും പിന്നെ ലിപ്പ് വലുതും. ഇത് അതേപോലെ തന്നെ ഒരു തണ്ട് തന്നെ 4ഉം 5ഉം സ്പൈക്കൊക്കെ വന്നിട്ട് ഒന്നിച്ച് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. അങ്ങനെയാണ് ഇത് മേടിച്ചത് കേട്ടോ. അതും എൻ്റെ അടുത്ത് ഇല്ലാത്തതാണ്. ഇനി ഒന്നും കൂടി 4 പ്ലാന്റാണ് മേടിച്ചിട്ടുള്ളത്. 4 പ്ലാന്റും നല്ല പ്ലാന്റ് തന്നെയാണ്. നല്ല പൂക്കളുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതും നമ്മൾ ബെറ്റി റോസ് ബ്ലൂ അല്ലേ കണ്ടിട്ടുള്ളത്. ഇത് ബെറ്റി റോസ് റെഡാണ് കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഇത് റെയറായിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അയച്ചെന്നതാണ്. ഇപ്പോൾ വരുന്നതൊക്കെ വെറ്റി റോസ് ബ്ലൂ ആണായിരുന്നു. ബ്ലൂ ഞാൻ പിന്നെ ഷിയാദിൻ്റെ അടുത്തൊന്നും മേടിച്ചിരുന്നു. ദിയാ ഓർക്കിഡൊന്നും മേടിച്ചിരുന്നു കേട്ടോ. വെറ്റി റോസ് ബ്ലൂ ഇത് റെഡാണ്. ഇത് ഞാൻ കുറേ മുമ്പൊന്ന് മേടിച്ചിരുന്നു കേട്ടോ. അതിവിടെ ഇതുവരെ പൂത്ത് കാണാനില്ല. അപ്പോൾ അത് പോയിട്ടുണ്ടാവും എന്ന് കരുതിയിട്ടാണ് അത് ഞാൻ വീണ്ടും മേടിച്ചത്. ഇതും തെറ്റില്ല, നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. അതിൻ്റെ പൂവാണത് കേട്ടോ. നോക്കി നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയില്ലേന്ന്. ഇതിൻ്റെ പൂവ് ഒറ്റൊന്നുണ്ട് കേട്ടോ. ഒറ്റൊന്നായിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതും കണ്ടു നോക്കിട്ടോ. നമ്മളെ വെറ്റി റോസ് ബ്ലൂവിൻ്റെ അതേപോലത്തെ റെഡാണ്. ഒറ്റപ്പൂവ് ഒന്ന് കാണിട്ടോ. അതാണ് ഒറ്റപ്പൂവ്. ഒറ്റപ്പൂവ് നല്ല ഭംഗിയുണ്ട്. ആ കൂട്ടത്തിൽ നിൽക്കണേലേറെ ഭംഗി ഇങ്ങനെയല്ലേ. എങ്ങനെയാണ് അതിൻ്റെ ഒരു പൂവ് വിരിഞ്ഞാൽ നിൽക്കുക കേട്ടോ. നല്ല ഭംഗിയല്ലേ. അപ്പോൾ അങ്ങനെ ഈ 4 പ്ലാന്റുകളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കണു. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ. ഈ പ്ലാന്റുകൾ ഏതെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഞാനിതിൽ കൊടുക്കുക. ആ നമ്പറിൽ വിളിച്ച് ചോദിക്കുക. ആവശ്യമുള്ളവർ വാങ്ങുക കേട്ടോ. ഇഷ്ടപ്പെട്ട ഏത് പ്ലാന്റ് വാങ്ങിയാലും കുഴപ്പമില്ല. ഒക്കെ നല്ല പ്ലാന്റാണ്. ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്ത പ്ലാന്റുകളാണ് അധികം വാങ്ങുക കേട്ടോ. അതേപോലെ എൻ്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയ പ്ലാന്റുകളും ഞാൻ വാങ്ങിക്കാറുണ്ട്. ഞാൻ എപ്പോൾ നല്ല പ്ലാന്റ് കണ്ടാലും നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വാങ്ങാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴേലൊക്കെ കുറേശ്ശെ കാശ് കൊടുത്തുകൊണ്ട് ഇത് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പൈസ ഒരു കൂട്ടി നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലിത് പൂത്ത് നിൽക്കുമ്പോൾ നമുക്ക് തന്നെയല്ല മനസ്സിനൊരു സുഖം. പിന്നെ പ്രായമായി വരികയല്ലേ. ഒന്ന് ചെടികളെടുത്ത് കൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കും തന്നെ ഒരു മനസ്സിനൊരു സന്തോഷമാണല്ലോ. പക്ഷെ മാറി നിൽക്കാൻ പറ്റില്ല കേട്ടോ. ചെടിയൊക്കെ വാങ്ങി വളർത്തുമ്പോൾ നമുക്കൊരു മാസത്തിനൊക്കെ അങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ വന്നു കഴിഞ്ഞാൽ കുറേ ചെടി ഉണ്ടായാൽ നമുക്ക് പണിയേക്കാരം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.